വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോഴേക്കും കിട്ടുന്നതായ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ നാമം എവിടെ ഉച്ചരിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഗവൺമെൻറ് പരമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് അല്പസമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഒരല്പം നീണ്ട ക്യൂ ആയിരുന്നു. പക്ഷേ ഒരു അല്പം മടുപ്പ് വരാൻ തുടങ്ങിയപ്പോഴേക്കും എവിടെ നിന്ന് അറിഞ്ഞുകൂടാ, നല്ല ചൂട് കാലത്ത് പയ്യെ വീശുന്നതായ ഇളങ്കാറ്റ് പോലെ ഒരു ദൈവ സാന്നിധ്യം വരുന്നു. ഞാൻ ഓർത്തു, എത്ര ഭാഗ്യകരമാണ് ദൈവ സാന്നിധ്യം കിട്ടുക. അത് നാം നിൽക്കുന്ന ഒരു ക്യൂവിൽ കിട്ടും, നാം വാഹനം ഓടിക്കുമ്പോൾ കിട്ടും, നമ്മുടെ ജോലി സ്ഥലത്ത് കിട്ടും, തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും അത് കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ലോകത്തിലെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നൊരു കാര്യമാണ് ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം. നമുക്കെന്താണ് പ്രത്യേകിച്ച് ശ്രേഷ്ഠതയുള്ളത്? ദൈവത്തിന് സ്തോത്രം. പണ്ട് സ്റ്റാൻലി ജോൺസ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞു, യു ക്രിസ്ത്യൻസ് ആർ ഹാവിങ് സം എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. മറ്റാർക്കുമില്ലാത്തതായ ചില അനിതര സാധാരണമായ അവകാശങ്ങൾ ഉന്നയിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന്. അപ്പോൾ ഡോക്ടർ സ്റ്റാൻലി ജോൺ സുവിശേഷകനായ അദ്ദേഹം പറഞ്ഞു, യെസ്, വി ഹാവ് സം എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്. ഞങ്ങൾക്ക് ചില പറഞ്ഞറിയിക്കാനാകാത്തതായ, മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകാത്തതായ ചില അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോഴും ഈ ലോകത്തിലെ മനുഷ്യനേക്കാളും ഒരു ഉയർന്ന തലത്തിലുള്ളതായ അനുഭവങ്ങൾ ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമില്ല. നാമും പാരമ്പര്യ ക്രിസ്ത്യാനികളെ പോലെ എന്നും ദേവാലയത്തിൽ പോകുന്നു, ബാക്കി 6 ദിവസം തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ഒരിക്കലും മുന്നോട്ട് പോകരുത്. നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. നമുക്ക് കൂട്ടായ്മ യോഗങ്ങളുണ്ട്. എല്ലാ കൂട്ടായ്മ യോഗത്തിലും നമ്മോട് ഒരു സാക്ഷ്യം പറഞ്ഞാൽ നമുക്കുണ്ടായിരിക്കണം എന്നും നല്ല അനുഭവത്തിൻ്റെ നറുമണമുള്ള ജീവിത അനുഭവങ്ങൾ. ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരുവീൻ എന്ന കർത്താവ് അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ഇപ്പോൾ പിടിച്ചത്, ഇപ്പോൾ കിട്ടിയത്, ഇന്നലെ കിട്ടിയത് സജീവമായ അനുഭവങ്ങൾ. പണ്ട് കാലത്തെ കാര്യങ്ങൾ പറയണ്ട എന്നല്ല, പക്ഷേ എപ്പോഴും നമുക്ക് സജീവമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവം നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അത് ആ അനുഭവത്തിലേക്ക് നാം വരുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കർക്കശമായി ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മനുഷ്യൻ എന്നും ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും ഈ ലോകത്തിനും സുവിശേഷപരമായി പ്രയോജനപ്പെടേണ്ടവരാണ്. അവർ പ്രയോജനപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് കർക്കശമായി സംസാരിക്കും. ഒരു വീട്ടിൽ ഒരു അതിഥി കടന്നു ചെന്നു. അതിഥി മുൻവശത്ത് മുറിയിരിക്കുമ്പോൾ തന്നെയുണ്ട് അകത്ത് എന്തോ നല്ല ചുട്ടെടുക്കുന്ന ഒരു നല്ല മണം. മനസ്സിലായി, അത് നല്ല ദോശ ചുടുകയാണ്. ചൂട് ദോശയുടെ മണമാണ്. അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, നോക്കൽപ്പം കാപ്പി കുടിക്കാം. അവിടെ ഊണുമുറിയിലേക്ക് കടന്നു ചെന്നു, കസേരയിലിരുന്നു. അവിടെ നല്ല ചായയും ചൂട് ദോശയും കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഈ അതിഥി ദോശ ഒരു കഷ്ണം എടുത്ത് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വയ്ക്കുമ്പോഴുണ്ട് ഓക്കാനിക്കാൻ വരുന്നു. ഗൃഹനാഥൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് ഗൃഹനാഥന് ശ്രദ്ധിച്ചത്, ആ ദോശയുടെ ഒരു വശം വെന്തിട്ടില്ല. ദോശ സാധാരണ മറച്ചിടേണ്ടതാണ്, മറിച്ചിടാതെ കൊണ്ടുവന്ന ദോശ. ഇത് വേദപുസ്തകത്തിലൊരു കാര്യമാണ് ഈ പറയുന്നത്. ഹോശയ്യ പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇപ്രകാരമാണ്: എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു.
ഇന്നേക്ക് ഏതാണ്ട് 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹോശയ്യ പ്രവാചകന്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദോശയോട് ഉപമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എഫ്രയീം മറച്ചിടാത്ത ദോശയാകുന്നു. ഇപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പേര് ചേർത്ത് ചിന്തിക്കണം, ഞാൻ ഒരു മറച്ചിടാത്ത ദോശയാണോ? എൻ്റെ അടുക്കൽ വരുമ്പോൾ, അങ്ങ് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്, ഒരു സുഗന്ധം വരുന്നുണ്ട്, നല്ല ദോശയുടെ ആകൃതിയുണ്ട്, നല്ല വട്ടത്തിലുള്ള ആകൃതിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. എന്നാൽ അങ്ങ് രുചിച്ചു നോക്കാൻ തുടങ്ങുമ്പോഴുണ്ട് ഓക്കാനം വരുന്നതായ അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലായ എൻ്റെ കൂടെ ഒരാൾ അല്പസമയം സംസാരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഓക്കാനം വരുന്ന രീതിയിൽ, തുപ്പിക്കളയുന്ന രീതിയിൽ, പണ്ട് ലവോദിക്ക സഭയോട് കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. വായിൽ വെച്ചപ്പോൾ ചൂടുമില്ല തണുപ്പുമില്ലാത്ത ഏതോ ഒരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വാളുകൊണ്ട് വെട്ടും പോലെ വെട്ടട്ടെ. കർത്താവേ, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ? ഞാൻ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, ഞാൻ ചേർന്ന് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ, ഞാൻ ചേർന്ന് നിൽക്കുന്ന എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവർ തുപ്പിക്കളയുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണോ എൻ്റേത്? എഫ്രയീം ആരായിരുന്നു നമുക്കറിയാമോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, അബ്രഹാമിൻ്റെ മകനാണ് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കോബ്, യാക്കോബിൻ്റെ ഇളയ മകനാണ് യോസേഫ്. യോസേഫിനുണ്ടായ 2 ആൺമക്കളിൽ മൂത്തയാൾ മനശ്ശെ, ഇളയാൾ എഫ്രയീം. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അങ്ങ് വൃദ്ധനായി അപ്പൻ കടന്നു പോകുന്നതിന് മുമ്പ് യോസേഫ് ആഗ്രഹിച്ചു, എൻ്റെ ഈ 2 മക്കളും എൻ്റെ അപ്പനാൽ അനുഗ്രഹിക്കപ്പെടണം. സ്തോത്രം. ഞാനൊരപ്പനാണ്. ഇവിടെ ഇരിക്കുന്ന അനേകം അപ്പനമ്മമാർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം? അവർ വിശ്വാസികളാണെങ്കിൽ പ്രത്യേകിച്ചും അത് ആ അനുഗ്രഹം എൻ്റെ തലമുറയിലേക്ക് ഏറ്റുവാങ്ങണം എന്ന് നാം ആഗ്രഹിക്കണം. അല്ലെങ്കിൽ നാം ആഗ്രഹിക്കണം, നിർഭാഗ്യവശാൽ അവർ വിശ്വാസികളല്ലായിരുന്നു, അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ നാം സത്യം അറിഞ്ഞവരാണ്. ഞാൻ ആഗ്രഹിക്കണം എൻ്റെ മക്കൾ, എൻ്റെ മക്കളുടെ മക്കൾ എന്നിലൂടെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്. യോസെഫ് മൂത്ത മകനായ മനശ്ശെയും ഇളയ മകനായ എഫ്രയീമിനെയും കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിൽ നിർത്തി. യാക്കോബിനപ്പോൾ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് ദാനമായി തന്ന മക്കളാണ്, ഇവരെ ഒന്ന് അനുഗ്രഹിക്കൂ. യാക്കോബ് മക്കളുടെ അടുത്തേക്ക് വിളിച്ചു. യാക്കോബ് ഇങ്ങനെ അങ്ങ് തരളിതനാണ്, കാരണം സന്തോഷം കൊണ്ട്. യോസേഫിനെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഇതാ യോസേഫിൻ്റെ മക്കളെയും കൂടി കാണാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. യാക്കോബ് അങ്ങ് വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രയീമിൻ്റെ തലയിലേക്ക് ഞാൻ കൈവച്ചു. ദൈവത്തിന് സ്തോത്രം. ഇടം കൈ നീട്ടി മൂത്തവനായ മനശ്ശെയുടെ കയ്യിലേക്ക് അങ്ങ് വച്ചു. കൈകൾ പിണച്ചു വച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ പിണച്ചു വയ്ക്കുന്നത് എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്നുള്ളതായ അനുഗ്രഹം, ക്രൂശിലൂടെയുള്ള അനുഗ്രഹം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു. യാക്കോബ് ആത്മാവിലത് നിവർത്തിക്കുകയായിരുന്നു. യോസെഫിന് അല്പം ഒരു പ്രയാസം തോന്നി, കാരണം മൂത്ത മകനായ മനശ്ശെയല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്. പക്ഷേ യോസെഫ് അത് യാക്കോബിനോട് പറയുകയും ചെയ്തു, മോനെ, എനിക്ക് പുറമേയുള്ള കണ്ണിന് കാഴ്ചയില്ല എന്നേ ഉള്ളൂ, എനിക്കറിയാം മോനെ, ഈ എഫ്രയീം ഇളയവനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ തലമേലാണ് വരുന്നത്. അപ്പോൾ യാക്കോബ് ഉള്ളിൽ ചിന്തിക്കുകയായിരിക്കും, ഇതുപോലെ തന്നെയായിരുന്നല്ലോ ഞാനും എൻ്റെ ചേട്ടനായ ഏശാവും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഇളയവനായിരുന്നു. പക്ഷേ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുമെല്ലാം നിത്യനായ ദൈവം എൻ്റെ മേലേക്കല്ലേ പകർന്നത്. ഇതൊക്കെ ദൈവിക വഴികളുടെ മർമ്മങ്ങളാണ്. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയല്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ അത് നമുക്ക് മനസ്സിലാകുന്നതല്ല. അങ്ങനെ എഫ്രയീം അനുഗ്രഹിക്കപ്പെട്ടു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഈ അനുഗ്രഹം തലമേൽ ഏറ്റുവാങ്ങി അനുഗ്രഹിക്കപ്പെടേണ്ടതായ എഫ്രയീം
ഹോശയ്യ പ്രവാചകന്റെ കാലം വരുമ്പോഴേക്കും അവർ തനി ജഡീകന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹോശയ്യ 7:9 നാം വായിക്കുന്നുണ്ട്, അന്യജാതികൾ വന്ന് അവൻ്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവന് അവിടെ നരച്ചിരിക്കുന്നുവെങ്കിലും അവൻ അറിയുന്നില്ല, അറിയാതെ പോകുന്നു. അപ്പോൾ അങ്ങ് ശരീരം മരവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലൂടെ ഒരു ഉറുമ്പ് കയറിയാൽ അവൻ അറിയുമോ? ആരെങ്കിലും തോണ്ടിയാൽ അറിയുമോ? അറിയില്ല. ഇത് അറിയുന്നില്ല, എഫ്രൈം അറിയുന്നില്ല. അന്യജാതികൾ എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു പ്രതിരൂപകമായിട്ട് പറയുകയാണ്. ദുഷ്ട പിശാചുക്കൾ വരുന്നത് എങ്ങനെയാണ്? കൊമ്പും അങ്ങ് വാലുമൊക്കെ ആയിട്ടാണോ വരുന്നത്? അല്ല, നല്ല രുചികരമായ, നല്ല സ്വാദിഷ്ടമായ, അല്ലെങ്കിൽ നല്ല മോഹങ്ങൾ പകരുന്ന സിനിമയും സീരിയലും രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടല്ലോ. ഈ ലോകത്തിലെ പണത്തോടുള്ള ആസക്തി, സ്ഥാനമാനങ്ങൾ, കണ്ണിനിമ്പമുള്ളത്, നാവിനിമ്പമുള്ളത്, ചെവിക്കിമ്പമുള്ളത്, സാരമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ എവിടെന്നോ ഈ ബലം ഇങ്ങനെ ചോർന്നു പോകുന്നത് അവൻ അറിയുന്നില്ല. യൂട്യൂബിലൂടെ ബലം ചോർന്നു പോകുന്നത് അവൻ അറിയുന്നില്ല. അന്യജാതികൾ വന്ന് അവൻ്റെ ബലം തിന്നുകളയുന്ന അറിയുന്നില്ല. അവന് അവിടെ നര ബാധിച്ചിരിക്കുന്നു. യൗവനക്കാരൻ പെട്ടെന്ന് നരബാധിതനായി തീർന്നിരിക്കുന്നു. നിന്റെ യൗവനത്തിൻ്റെ വീര്യം എവിടെ പോയി മകനെ? മകളെ, നിന്റെ യൗവനത്തിൻ്റെ ശക്തി എവിടെ പോയി? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പകരേണ്ടതായ ദൈവശക്തി എവിടെ പോയി? നീ നരച്ചു പോയത് നീ അറിയുന്നില്ലല്ലോ. നീ അത് അറിയാൻ ശ്രമിക്കുന്നില്ല. കാരണം നീയൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ മതിയായിരുന്നു. ഏതാണ് കണ്ണാടി? ഈ വചനമാകുന്ന കണ്ണാടി. നീ വായിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഉള്ളിൽ കയറുന്നില്ല. നീ ഇപ്പോൾ കൂട്ടായ്മയൊന്നും വേണ്ടെന്ന് ചിന്തിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് പണ്ട് കിട്ടിയ വചനമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മക്കൾ കൂടി വന്ന് ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നിസ്സാരരായി നാം അത് അനുഭവിക്കുന്നില്ലേ? ദൈവമക്കൾ കൂടി വരുമ്പോൾ സാക്ഷ്യങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും എല്ലാം നമ്മുടെ ഉള്ളിൽ തീ പകരുന്നു. ചില സാക്ഷ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്ന് വെട്ടുന്നു. അയ്യോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിലൂടെ, ശുശ്രൂഷകളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ, വചനങ്ങളിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം ബോധ്യം കൊടുക്കുന്നു. എന്താണ് നിൻ്റെ അവസ്ഥ? നീ ഇന്ന് നരച്ചിരിക്കുന്നു. നിൻ്റെ ബലം അന്യജാതിക്കാർ തിന്നുകളഞ്ഞിരിക്കുന്നു. കർക്കശമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഫ്രൈമിനോട് ഇടപെടുന്നത്. ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-20 അവിടെ യെരമ്യാവിൻ്റെ നാവിലൂടെ എഫ്രൈമിനെ പറ്റി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എഫ്രൈമിനോട് വളരെ കർക്കശമായിട്ടാണ് ഇടപെടുന്നത്. കാരണം അവൻ എങ്ങനെയെങ്കിലും തിരിഞ്ഞു വരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ശുശ്രൂഷകളിലൂടെ, ചില വ്യക്തികളിലൂടെ, അല്ലെങ്കിൽ വചനം വായിക്കുന്നതിലൂടെ നമ്മോട് കർക്കശമായി ഇടപെടാൻ നാം വിട്ടുകൊടുക്കണം. എന്തിന്? നാം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരണം. നമ്മിൽ ലഭിച്ചതായ ഒരു അനുഗ്രഹമുണ്ട്. യാക്കോബ് തലമേൽ കൈവച്ചപ്പോൾ എഫ്രൈമിൻ്റെ തലമേലേക്ക് പകർന്നൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ തലമേൽ അഭിഷേക തൈലം പകർന്നപ്പോൾ പകർന്നൊരു അനുഗ്രഹമുണ്ട്. 2 കൊല്ലം കൊണ്ട് അവനെ നശിപ്പിച്ചു കളഞ്ഞു ശൗല്. എന്നാൽ അതേ ശമൂവേൽ പ്രവാചകനാവിലൂടെ, തൈലക്കൊമ്പിലൂടെ അഭിഷേകം ദാവീദിന്റെ തലമേൽ പകർന്നപ്പോൾ ഇടയ്ക്കൊന്നും നഷ്ടപ്പെടുത്തിയെങ്കിലും ദാവീദ് ആ അഭിഷേകത്തിലേക്ക് മടങ്ങി വന്നു, ആ സമർപ്പണത്തിലേക്ക് മടങ്ങി വന്നു. ദാവീദിനോട് ദൈവം എത്ര പ്രാവശ്യം കർക്കശമായി സംസാരിച്ചു. ശൗലിനോട് സംസാരിച്ചു, പക്ഷെ അവൻ കൂടുതൽ മറുതലിക്കുകയുള്ളൂ. നിങ്ങളെ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ അധികം ഇനി പുറകോട്ട് മാറുകയുള്ളൂ എന്ന് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ, നിങ്ങളിനി അടിച്ചിട്ട് എന്ത് കാര്യം? മത്സരിച്ച് പുറകോട്ട് മാറുന്നത് പോലെ. എന്നാൽ ദാവീദോ ശാസന കിട്ടും തോറും അവനറിയാം അവൻ്റെ ഉള്ളിൽ ആ സ്വർഗീയ സ്നേഹം കൂടിക്കൂടി വരുന്നത്. എഫ്രൈമിനെ കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. യെരമ്യാ 31:20. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ എൻ്റെ ഓമനക്കുട്ടിയോ. എൻ്റെ ദൈവമേ, എത്ര മനോഹരമാണ് വാക്കുകൾ. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ എൻ്റെ ഓമനക്കുട്ടിയോ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട്
എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കർക്കശമായി സംസാരിക്കുമ്പോഴും ഉള്ളിൽ സ്ഥായി തോന്നുന്ന ഒരു ദൈവമുണ്ട്. കർക്കശമായി സംസാരിക്കുമ്പോഴും നമ്മോട് കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ട് യോസേഫിൻ്റെ മുമ്പിൽ സഹോദരന്മാർ വന്നു. സഹോദരന്മാരോട് അവർക്ക് കുറ്റബോധം കിട്ടുന്നതിന് വേണ്ടി യൗസേഫ് കർക്കശമായി സംസാരിച്ചു. എന്നിട്ട് യൗസേഫ് ഉള്ളിലെ മുറിയിൽ പോയിരുന്ന് യൗസേഫ് ഏങ്ങലടിച്ച് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം ഒരു ദൈവദാസനിൽ വസിച്ചാൽ അത് ചവിട്ടി താഴ്ത്താനോ ഒതുക്കി നിർത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അത് ഞാൻ ശ്രദ്ധിക്കണം, സുവിശേഷകരായി നാം ശ്രദ്ധിക്കണം. എൻ്റെ അഭിപ്രായത്തോടോ എൻ്റെ ഏതെങ്കിലും താല്പര്യങ്ങളോടോ യോജിക്കാത്തവരെ നാം ഒരിക്കലും ചവിട്ടി താഴ്ത്താൻ നോക്കരുത്, അവരെ ഒതുക്കാൻ നോക്കരുത്. നാം ജഡീക മനുഷ്യരാണ്. നമ്മിൽ ചിലപ്പോൾ ചില വ്യക്തിപരമായ താല്പര്യങ്ങളെങ്ങാനും വന്നു പോകാൻ സാധ്യതയുണ്ട്, വരരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു തുറന്ന ഹൃദയമുണ്ടായിരിക്കണം. ഏത് വിമർശനവും ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. ആരെയും നേതാവാക്കാൻ നോക്കരുത്, ആരും തന്നെ നേതാവാകരുത്. എന്തൊരു ഭാഗ്യമായി പോയി, നാം എന്തെല്ലാം പാഠങ്ങൾ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യോസേഫ് മാറിയിരുന്ന് കരഞ്ഞു. എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരന്മാർക്കൊരു കുറ്റബോധം കിട്ടിയിരുന്നെങ്കിൽ, ദൈവസ്നേഹം ഉള്ളിൽ വസിക്കുമ്പോൾ നാം കർക്കശമായി ഒരു തെറ്റ് കണ്ടാൽ കർക്കശമായി പറയുന്നുവെങ്കിലും ഉള്ളിൽ സ്ഥായിയാണ്. കാരണം 7 വട്ടം ക്ഷമിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ അതാണ് വസിക്കേണ്ടത്. എഫ്രയീം എൻ്റെ വാത്സല്യപുത്രനോ, എൻ്റെ ഓമനക്കുട്ടിയോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് തീരുമാനിക്കാം. എൻ്റെ കർത്താവേ, ഈ ദൈവസ്നേഹം ഉള്ളിൽ പേറുന്നൊരു ദൈവവൈതലായി, ഒരു സുവിശേഷകനോ സുവിശേഷകയായി, ഒരു ഉള്ളവനായി എന്നെ നിർത്തണമേ. കർത്താവേ, ആരോടും മുഖപക്ഷമില്ലാത്ത, തെറ്റിനെ മാത്രം എതിർക്കുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും ശുശ്രൂഷകനാകാൻ അന്ന് ശിഷ്യന്മാർ മത്സരിച്ചതുപോലെ, കർത്താവ് കാണിച്ചെന്ന മാതൃക പോലെ എന്നും താണിരിക്കാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരുവാൻ അതിനെന്താ വേണ്ടത്? ആകമാനം എൻ്റെ ഉള്ളിൽ ആ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. എഫ്രയീമിൻ്റെ പാപം എന്തായിരുന്നു? ഹോശേയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം, 7-ാം അധ്യായം 1-ാം വാക്യം അതിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എഫ്രയീമിന് രഹസ്യപാപങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, രഹസ്യപാപങ്ങളുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇത് സാധാരണ മനുഷ്യരെക്കുറിച്ചല്ല പറയുന്നത്. നമ്മെപ്പോലെ കൂട്ടായ്മ കൂടുന്ന, കൂട്ടായ്മയിൽ വരുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. രഹസ്യപാപങ്ങളുള്ള മനുഷ്യൻ. രഹസ്യങ്ങളിൽ കാണുന്നൊരു ദൈവമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, രഹസ്യങ്ങൾ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന്. രഹസ്യങ്ങളിൽ കാണുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ സാക്ഷ്യം പറയാൻ പറഞ്ഞാലോ പ്രാഗൽഭ്യമില്ലാത്തത്? കൂട്ടായ്മ കൂടി അങ്ങ് പിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതാനും ദിവസം കഴിഞ്ഞാൽ കൂടി വരുമ്പോഴേക്കും കിട്ടിയതെല്ലാം കളഞ്ഞു. ദൈവമക്കളെ കാണുമ്പോൾ ഒരു ഭയം, ഒരു വെപ്രാളം. രഹസ്യങ്ങൾ കാണുന്ന ദൈവം നോക്കുമ്പോൾ അവരവർക്കറിയാം എവിടേക്കോ പാകപ്പിഴകൾ വരുന്നുണ്ട്. കാരണം എടുത്ത തീരുമാനങ്ങൾ പലതും തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. രഹസ്യത്തിൽ ചില മോഹങ്ങളിലോ ചിന്തകളിലോ ചില സ്വപ്നങ്ങളിലോ ചില ആഗ്രഹങ്ങളിലോ പ്രായവ്യത്യാസം കൂടാതെ രസിക്കുന്ന മനുഷ്യരുണ്ട്, താലോലിക്കുന്ന മനുഷ്യരുണ്ട്. പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ എന്ന് പറയും. താലോലിച്ച് വളർത്തുകയാണ്. എന്നാൽ ആ താലോലിക്കുന്ന പാമ്പിൻ്റെ കുഞ്ഞ് ഒരു നാൾ നിന്നെ തിരിച്ചു കൊത്തുമെന്നറിയാതെ ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് എളിമയോടെ പറയട്ടെ, രഹസ്യപാപി ആയിട്ടാണോ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തീരുമാനിക്കാം, നമുക്ക് തീരുമാനിക്കാം. ഞാനും ചേർന്നാണ് പറയുന്നത്, നമുക്ക് തീരുമാനിക്കാം. ഇന്ന് മുതൽ ഞാനൊരു രഹസ്യവിശുദ്ധനായിരിക്കും. രഹസ്യപാപി രഹസ്യവിശുദ്ധനായി മാറുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മനുഷ്യരെ കാണിക്കാൻ ഒന്നുമില്ല, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ ഒന്നുമില്ല. രഹസ്യങ്ങൾ കാണുന്ന ദൈവം നോക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നില്ല എന്നുള്ളതായ ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ
അതെന്തൊരു ബലമായിരിക്കും, അതെന്തൊരു സന്തോഷമായിരിക്കും പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ കാര്യം എന്താണ്? 7-ാം അധ്യായത്തിൻ്റെ 1-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വ്യാജവും ഭോഷ്കും ഉണ്ടായിരുന്നു എഫ്രൈമിന്. വ്യാജവും ഭോഷ്കുമുള്ള തലമുറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്ന തലമുറ. വ്യാജമുള്ള നാവ്, അത് ഞാൻ വെറുക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. വ്യാജമുള്ള നാവിനെ ഞാൻ വെറുക്കുന്നു. ഭോഷ്കിൻ്റെ വ്യാപാരം, ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നു. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങളാണ് വ്യാജവും ഭോഷ്കും. വ്യാജമുള്ള ഹൃദയം, ഭോഷ്കുള്ള ഹൃദയം. നമ്മുടെ ഹൃദയമാണല്ലോ ജീവൻ്റെ ഉറവിടം, ജീവൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണല്ലോ വരുന്നത്. മർക്കോസ് 7:21 കർത്താവ് തന്നെ പറഞ്ഞില്ലേ, അകത്തു നിന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇവയെല്ലാം പുറപ്പെടുന്നു: ദുശ്ചിന്ത, ദുർമോഹം, കോപം, പക, പിണക്കം, മദ്യപാനം, പരസംഗം. എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്, അകത്തു നിന്ന്. ഈ ഹൃദയം ശുദ്ധമാകുവാൻ നാം ദൈവത്തോട് യാചിക്കുക. കർത്താവേ, എന്നെ നിന്റെ തിരുരക്തത്താൽ എൻ്റെ ഹൃദയം മുഴുവൻ ഒന്ന് കഴുകിത്തരണമേ. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് സദൃശവാക്യങ്ങൾ 23 പറയുന്ന വാക്യം, അത് ഇന്നും സജീവമായി കർത്താവ് നമ്മുടെ മുമ്പിൽ 2 കരവും നീട്ടിക്കൊണ്ടു നിൽക്കുന്നു. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. 1, രഹസ്യവാദിയായിരുന്നു എഫ്രൈം ആ തലമുറ. 2, വ്യാജവും ഭോഷ്കുമുള്ള തലമുറ. 3, വഴങ്ങാത്ത ഹൃദയം. 7-ാം അധ്യായം 2-ാം വാക്യം, വഴങ്ങാത്ത ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഹൃദയം വഴങ്ങുന്നില്ല, ഹൃദയം അംഗീകരിക്കുന്നില്ല. വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിന് കീഴ്പ്പെടുന്നില്ല. അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. താണിരിക്കാൻ പറ്റുന്നില്ല, വഴങ്ങുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പന്ത് കളി, ക്രിക്കറ്റ് കളി കണ്ടിട്ടില്ലേ? ഒരാൾ പന്തെറിയും, മറ്റേയാൾ ബാറ്റ് കൊണ്ട് അത് അടിച്ചു തെറിപ്പിക്കും. വചനം അടിച്ചു തെറിപ്പിക്കാനുള്ളതല്ല, ഇത് എനിക്കുള്ള അല്ല എന്ന് പറയരുത്. വഴക്കമില്ലാത്ത ഹൃദയത്തിൽ അത് വന്നുകൊണ്ടിരിക്കും. വഴങ്ങിക്കൊടുക്കുക, കീഴ്പ്പെട്ട് കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 7-ാം അധ്യായം 6-ാം വാക്യം, ഹൃദയത്തിൻ്റെ അതിരാഗം, അതിമോഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ. അത് എഫ്രൈമിൽ നിന്ന് മാറിയിരുന്നില്ല. അതിരാഗങ്ങൾ, അതിരുവിട്ട രാഗമോഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രായഭേദമന്യേ പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നു. അതിരുവിട്ടതായ രാഗമോഹങ്ങൾ. ഒറ്റ കാര്യം കൂടി പറയാം. 7-ാം അധ്യായം 7-10 വാക്യങ്ങൾ, പ്രാർത്ഥനയില്ലായ്മ. പ്രാർത്ഥനയില്ല. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും തന്നോടുകൂടി ഇരിക്കുക, യേശുവിൻ്റെ കൂടെ ഇരിക്കുക, യേശുവിൻ്റെ കൂടെ മണിക്കൂറുകൾ ഇരിക്കുക. അതാണ് പ്രാർത്ഥനാ ജീവിതം. ആ പ്രാർത്ഥനയിൽ തീ കത്തും. ആ പ്രാർത്ഥനയിൽ നിങ്ങളാരാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ ദൈവം നിങ്ങളോട് ഇടപെടും. ആ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം കിട്ടിക്കഴിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് യേശുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, ആഗ്രഹങ്ങൾ പറയാം, രഹസ്യ ദുഃഖങ്ങൾ പറയാം. എൻ്റെ പ്രിയരെ, ഒരു നല്ല ദൈവം, എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ, എൻ്റെ ഓമനക്കുട്ടിയോ, എൻ്റെ പ്രിയപ്പെട്ട ഓമനക്കുട്ടി, എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതൽ, എൻ്റെ പ്രിയപ്പെട്ട പൈതൽ, അവനോട് എനിക്ക് സ്ഥായി തോന്നുന്നു, അവനോട് എനിക്ക് കരുണ തോന്നുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ പ്രിയരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ദൈവത്തോട് പറയാൻ പോകുന്നത്? കർത്താവേ, എഫ്രൈം ഒരു മറിച്ചിടാത്ത ദോശ എന്ന് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് മറിച്ചിടാത്ത ദോശ പോലെയാണ്. ഒരു വശം നല്ലതുപോലെ വെന്തു, മദ്യപാനം മാറി, പുകവലി മാറി, ചീട്ടുകളി മാറി, കർത്താവെ വീട്ടിൽ നിന്ന് വഴക്ക് മാറി, എല്ലാം കുടുംബ പ്രാർത്ഥനയുണ്ട്, എല്ലാം ഒരു വശത്ത് നന്നായിട്ട് പോകുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, ദൈവവേലയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ ഉള്ളറകൾ ഇന്നും മാറിയിട്ടില്ല. കർത്താവെ, ഇപ്പോൾ എന്നെ ഒന്ന് മറിച്ചിടാൻ നീ ഒന്ന് കടന്നു വരാമോ? യേശു മറച്ചിടും. എന്താണ് വേണ്ടെന്നറിയാമോ? നിങ്ങളൊന്ന് വഴങ്ങിക്കൊടുക്കുക. കർത്താവേ, എനിക്ക് മനസ്സാണ്, എനിക്ക് വഴങ്ങാൻ മനസ്സാണ്, സമർപ്പിക്കാൻ മനസ്സാണ്, തിരുത്താൻ മനസ്സാണ്, വ്യാജത്തോടും ഭോഷ്കിനോടും യാത്ര പറയാൻ എനിക്ക് മനസ്സാണ്. കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്റെ കൈകളിലേക്ക്, ആ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഇതാ വച്ചു തരുന്നു. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ വടക്കാം. യേശുവിനോട് പറയാം, യേശുവേ, ഞാൻ ഇന്ന്
ഈ വചനത്തിനു മുമ്പിൽ നിന്ന് ഇരുന്ന് കരയുന്നു. കർത്താവേ, രഹസ്യങ്ങൾ കാണുന്ന ദൈവം നോക്കുമ്പോൾ ഒരു രഹസ്യ പാപിയായി, വ്യാജവും ഭോഷ്കമുള്ളവനായി, പ്രാർത്ഥനയില്ലാത്തവനായി, ഹൃദയത്തിൽ അതിരാഗങ്ങളുള്ളവനായി, ഒരു പുറമേ ഒരു കൂട്ടായ്മക്കാരൻ്റെ ഭാവത്തോടും ഛായയോടും ഞാനിതാ വന്നിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാത്ത, യേശുവേ നിനക്ക് പ്രയോജനപ്പെടാത്ത ഒരു മറച്ചിടാത്ത ദോശയായിട്ട് വന്നിരിക്കുകയാണ്. എന്നെ തുപ്പിക്കളയരുതേ, എന്നെ തള്ളിക്കളയരുതേ നാഥാ. ഇപ്പോൾ ഞാനിതാ സമർപ്പിക്കുന്നു. എന്നെ ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ തീയാകുന്ന ചൂടിലേക്ക് ഒന്ന് മറച്ചിടണമേ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കൂ. ഇപ്പോൾ ആ കാഴ്ച കാണൂ. കർത്താവിൻ്റെ കരം നീണ്ടു വരുന്നുണ്ട്. സമർപ്പിക്കുന്നവരെ, കീഴടങ്ങുന്നവരെ കർത്താവ് അങ്ങ് മറച്ചിടാൻ പോവുകയാണ്. അങ്ങ് കത്തട്ടെ, ജഡം കത്തട്ടെ, ജഡരാഗ മോഹങ്ങൾ കത്തട്ടെ, ജഡിക വികാരങ്ങൾ കത്തട്ടെ. ഉള്ളിൽ നിന്ന് സ്വർഗീയ സ്നേഹത്തിൻ്റെ അഗ്നി പുറത്തേക്ക് കത്തട്ടെ. യേശുവിനെ ഉയർത്താനുള്ള കൃപ കിട്ടട്ടെ, യേശുവിൻ്റെ മനസ്സ് കിട്ടട്ടെ, യേശുവിൻ്റെ വാത്സല്യം കിട്ടട്ടെ. ഹല്ലേലൂയ. പാപത്തോട് എതിർത്ത് നിൽക്കുന്ന സ്വഭാവം കിട്ടട്ടെ. ദൈവത്തിന് സ്തോത്രം സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നാഥനെ സ്തുതിക്കുന്നു, ഞങ്ങൾ നാഥനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിനക്ക് പ്രയോജനമുള്ള മക്കളായി, ഞങ്ങൾ അനേകർക്ക് പ്രയോജനം കിട്ടുന്ന മക്കളായി ഇനിയുള്ള കാലം ജീവിക്കാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമേ. എല്ലാ മഹത്വത്തോടത്തേക്ക് മാത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.